നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് വിഷയത്തിലേക്ക് പോകാം. ഗതികയുടെ നിൻ്റെ പേരോ കോൺഗ്രസ്? എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയൊരു ചോദ്യം ഇപ്പോൾ തന്നെ ചോദിച്ചത് എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. പലയിടങ്ങളിലും കോൺഗ്രസ്സുകാർക്ക് അവരുടെ സ്ഥാനാർത്ഥിയില്ല. അതായത് UDF എന്ന് പറയുന്ന മുന്നണിക്കകത്തുള്ള നേതാക്കന്മാരെ നിർത്തി വിജയിപ്പിക്കാൻ കഴിയില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല, അല്ലെങ്കിൽ വിജയിക്കാൻ കഴിവുള്ള നേതാക്കന്മാർ UDFനകത്ത് ഇല്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. പലയിടങ്ങളിലും ഈ LDFിൽ നിന്ന് എക്സ്പയറായി ഇറങ്ങി വന്ന പല നേതാക്കന്മാരുടെയും പിന്നിൽ നിൽക്കാനാണ് കോൺഗ്രസ്സിന് ഇഷ്ടം. അത് തന്നെ കാരണം. അതായത് ചില മണ്ഡലങ്ങളിൽ കോൺഗ്രസ്സുകാർ സ്ഥാനാർത്ഥികളെ നിർത്തുന്നില്ല. ഉദാഹരണം അങ്ങനെ പറയാനാണെങ്കിൽ ഏകദേശം അങ്ങനെ നമുക്ക് പെട്ടെന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ഏകദേശം ഒരു 5 മണ്ഡലങ്ങളെക്കുറിച്ചാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം അമ്പലപ്പുഴ എന്ന് പറയുന്ന മണ്ഡലമാണ്. എന്തുകൊണ്ടാണ് ഇതൊരു ചർച്ചയിലേക്ക് വരുന്നതെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം കൊട്ടാരക്കര എന്ന് പറയുന്ന ഒരു മണ്ഡലത്തിൽ ഐഷ പോറ്റി എന്ന് പറയുന്ന ഒരു നേതാവിനെ കോൺഗ്രസ്സുകാർ അവരോധിക്കുകയുണ്ടായി. അതായത് ഐഷ പോറ്റി എങ്ങനെ കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ കോൺഗ്രസ്സിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ വളരെ ലളിതമായി നമുക്കെല്ലാവർക്കും അറിയാം. എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ തനിക്ക് ലഭിക്കേണ്ട സ്ഥാനമാനങ്ങളും തനിക്ക് ലഭിക്കേണ്ട കാര്യങ്ങളുമൊന്നും പാർട്ടി നൽകുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കൊട്ടാരക്കര എന്ന് പറയുന്ന മണ്ഡലത്തിൽ അതുവരെ MLA ആയിരുന്ന, അതിനുശേഷം ഒരു 5 വർഷക്കാലം MLA പദവിയിൽ ഇല്ലാതിരുന്ന, ഏകദേശം 20 വർഷക്കാലം ജില്ലാ പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, പിന്നീട് ഈ പറയുന്ന പോലെ 2 തവണയായി MLA എന്നീ പദവികളിലൊക്കെ ഇരുന്ന ഒരാൾ തന്നെയാണ് ഐഷ പോറ്റി. ഒടുവിൽ അവർക്ക് പ്രായാധിക്യത്തെ തുടർന്ന് ഞാൻ പാർട്ടി വിടുന്നു, ഓക്കെ, സ്വാഭാവികമായി എല്ലാവരും ഒരു പ്രായം എത്തുമ്പോൾ മാറി നിൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ പ്രായാധിക്യം കൊണ്ട് ഞാൻ പാർട്ടി വിടുന്നു, ശാരീരിക അവശതകളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഏറ്റവും ഒടുവിൽ അവർ BJPയുമായി ചർച്ച നടത്തുന്നു. BJPയുമായി ചർച്ച നടത്തിയതിന് ശേഷം തൊട്ടു പിന്നാലെ നടന്ന നമ്മുടെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഒരു വിജയം കാണുന്നു. ആ വിജയത്തോടു കൂടി ഐഷ പോറ്റി എന്ന് പറയുന്ന നേതാവ് പതുക്കെ കോൺഗ്രസിലേക്ക് ചുവടുമാറ്റം നടത്തുന്നു. ചുവടുമാറ്റമാണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് പിന്നീട് കണ്ടറിയാം. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അവിടെ കൊട്ടാരക്കരയിൽ ഒരു സ്ഥാനാർത്ഥിയായി അവരോധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു നേതാവായി ഐഷ പോറ്റി മാറുന്നു. അതായത് CPMൽ നിന്നും പടലപ്പിണക്കങ്ങൾ കാരണം, CPM അവസരം നിഷേധിച്ചു എന്നുള്ള ആരോപണം കാരണം പുറത്തേക്ക് എത്തുന്ന നേതാക്കന്മാരെ വലയിട്ട് പിടിക്കുകയും അവർക്ക് പിന്തുണ കൊടുക്കുകയും ചെയ്യേണ്ടി വരുന്ന തീർത്തും നാണംകെട്ട ഗതികേടിൻ്റെ പേരായി കോൺഗ്രസ് എന്ന് മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. ഇതുകൊണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ അമ്പലപ്പുഴ മണ്ഡലം തന്നെ നമുക്കെടുത്ത് പരിശോധിച്ച് നോക്കാം. അമ്പലപ്പുഴ മണ്ഡലത്തിൽ H. സലാം എന്ന് പറയുന്ന ഒരു നേതാവാണ് ഇപ്പോൾ, അതായത് CPMൻ്റെ ഇപ്പോൾ ഇനിയും മത്സരിക്കാൻ പോകുന്നു, നിലവിൽ MLAയുമായ ഒരാൾ തന്നെയാണ് H. സലാം. അപ്പോൾ H. സലാം എന്ന് പറയുന്ന ആ MLAയെ സംബന്ധിച്ചിടത്തോളം വലിയ കുഴപ്പങ്ങളില്ലാതെ കൊണ്ടുപോയി കൊണ്ടിരിക്കുന്ന ഒരു രീതി തന്നെയാണ്. മണ്ഡലത്തിന് വലിയ തട്ടുകേടൊന്നും ഇല്ലാതെ വികസന പ്രവർത്തനങ്ങളൊക്കെ എത്തേണ്ട സമയത്ത് കൃത്യമായി എത്തിച്ചുകൊണ്ട് പോരുന്ന ഒരു സമീപനമൊക്കെ പുലർത്തുന്ന ഒരു നേതാവ് തന്നെയാണ് H. സലാമിന്. അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. എന്നാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, അവിടെ അമ്പലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രധാനപ്പെട്ട പ്രശ്നം, അവിടെ ഇപ്പോൾ ഉയർന്നു കേൾക്കുന്ന ഒന്നാണ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ G. സുധാകരൻ്റെ ഒരു കൊഴിഞ്ഞുപോക്ക്. ഈ G. സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അർഹിക്കുന്ന പ്രാധാന്യമെല്ലാം G. സുധാകരന് നൽകിയിട്ടും എന്നിട്ടും ഒടുവിൽ നമുക്കറിയാവുന്ന പോലെ ഈ G. സുധാകരന് 2 തവണ മന്ത്രിയായിരുന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് പറയുകയാണ്, എനിക്ക് വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ല എന്നാണ് G. സുധാകരൻ ഏറ്റവും ഒടുവിൽ പറയുകയും എന്നിട്ട് ഏറ്റവും ഒടുവിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോയി സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം. അപ്പോൾ അങ്ങനെ വരുന്ന ആ സാഹചര്യത്തിലാണ് ഉടൻ തന്നെ UDFകാർ തങ്ങളുടെ സ്ഥാനാർത്ഥി അവിടെ നിർത്തുന്നില്ല എന്ന രീതിയിലേക്ക് ഒരു വലിയ പ്രഖ്യാപനം നടത്തുന്നത്. ആ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി അവിടെ നിന്നുകൊണ്ട് പതുക്കെ UDFൻ്റെ ഒരുപക്ഷേ കൊള്ളാവുന്ന പല നേതാക്കന്മാർക്കും സാധ്യത ഉണ്ടായിരുന്ന ഒരു ഭാഗം തന്നെയാണ് അമ്പലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ മത്സരിപ്പിക്കാൻ ഷുക്കൂർ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ അതായത് സമവാക്യങ്ങൾ, സാമുദായിക സമവാക്യങ്ങളുടെ പിൻബലത്തിൽ ഷുക്കൂർ ഉണ്ടായിരുന്നു. അങ്ങനെ നിരവധി നേതാക്കന്മാരുണ്ടായിരുന്നിട്ട് കൂടി അവിടെ അമ്പലപ്പുഴയിൽ G. സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കാനാണ് ശരിക്കും UDF തീരുമാനിച്ചത്. അവിടെ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സ്ഥാനാർത്ഥി ഇല്ല കോൺഗ്രസിൻ്റേത്. ഇനി മറ്റൊന്നാണ് പയ്യന്നൂർ നിയമസഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്ന വിവാദം. എന്തുകൊണ്ടാണ് നിയമസഭാ മണ്ഡലത്തിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ പിന്തുണയ്ക്കാൻ, ഒരു വിമതനായി നിൽക്കുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന സഖാവിനെ പിന്തുണയ്ക്കാൻ എന്താണ് തീരുമാനമെടുത്തത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള
നേതാവുമായിട്ട് അത്ര നല്ല ബന്ധത്തിലൊന്നുമല്ല. അതായത് അവിടെ ഉണ്ടായ ഒരു രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് കേസ്, അപ്പോൾ അങ്ങനെ തുടങ്ങി നിരവധി വിഷയങ്ങൾ. ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്ന അവിടുത്തെ പയ്യന്നൂർ MLA-യുമായിട്ടൊരു ചെറിയ പ്രശ്നം. അതിൻ്റെ വസ്തുത എന്താണെന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഈ പയ്യന്നൂർ മണ്ഡലത്തിലെ ഈ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന ആൾ അവിടുത്തെ സൊസൈറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന സാഹചര്യത്തിൽ റിട്ടയർമെൻറ്റ് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് കിട്ടുന്ന തുകയിൽ ഒരു ചെറിയ പ്രശ്നമുണ്ടായി. ആ പ്രശ്നത്തിൻ്റെ യഥാർത്ഥ കാരണം അദ്ദേഹം പിരിഞ്ഞു പോകുന്ന ആ സമയത്തിന് ശേഷം അതിനുശേഷം അവിടെ ഈ സഹകരണ നിയമം ഒന്ന് അമെൻഡ് ചെയ്യുകയൊക്കെ ചെയ്തു. അമെൻഡ് ചെയ്തപ്പോൾ അതിൻ്റെ ഗുണഫലം തനിക്ക് കൂടി കിട്ടണം എന്നുള്ളൊരു ആവശ്യം അന്ന് ടി.ഐ. മധുസൂദനോട് ഇദ്ദേഹം പറയുകയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു നടപ്പിലാകുന്ന കാര്യമല്ല. എന്നിട്ട് ഏറ്റവും അവസാനം ഈ കുഞ്ഞികൃഷ്ണൻ തന്നെ കേസിന് പോയി ഒടുവിൽ അവിടെ ആ കേസിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അദ്ദേഹത്തിന് പ്രയോജനമൊന്നും ഉണ്ടായതുമില്ല. അപ്പോൾ അതോടുകൂടി ടി.ഐ. മധുസൂദൻ എന്ന് പറയുന്ന നിലവിലത്തെ MLA-ക്കെതിരായി അദ്ദേഹം ഒരു ആരോപണം ഉയർത്തിക്കൊണ്ടുവരുന്നു, ഒരു പുസ്തകം പുറത്തേക്ക് ഇറക്കുന്നു, നേതാക്കളെ അണികൾ തിരുത്തുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ചില പുസ്തകങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു. അതോടുകൂടി ഈ പറയുന്ന കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി, സഖാവായിരുന്ന ആ വ്യക്തി, ഇത്രയും വർഷം ഏകദേശം ഒരു അരനൂറ്റാണ്ടോളം പാർട്ടിക്കൊപ്പം നടന്നിരുന്ന ആ മനുഷ്യന് പെട്ടെന്നൊരു വിമതൻ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലേക്ക് അദ്ദേഹം സ്വയം അങ്ങ് മാറുകയാണ് ചെയ്തത്. അങ്ങനെ മാറിയപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്കെത്തിയ ഒരു കൂട്ടരാണ് UDF. അങ്ങനെ പയ്യന്നൂരിലേക്ക് കുഞ്ഞികൃഷ്ണനെ പിടിച്ച് നേതാവാക്കി മാറ്റുകയും ചെയ്യുന്നു. അപ്പോൾ ഇനിയും അവിടെയും എന്ത് സംഭവിച്ചു? അവിടെയും നിലവിൽ ഒരു സ്ഥാനാർത്ഥിയെ അവർക്ക് നിർത്താനായിട്ടില്ല. മറ്റൊരു മലമ്പുഴ എന്ന് പറയുന്ന മലമ്പുഴ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ നമുക്കറിയാം, ഇതിനു മുൻപ് അവിടെ ഉണ്ടായിരുന്ന ഒരാൾ VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന കറതീർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് തന്നെ ആയിരുന്നു എന്ന് നമുക്കറിയാം. ആ മലമ്പുഴ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ A. സുരേഷ് കുമാറോ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം VS അച്യുതാനന്ദൻ എന്ന് പറയുന്ന നേതാവിൻ്റെ സന്തത സഹചാരി ആണെന്നാണ് പറയുന്നത്. ആ സന്തത സഹചാരിയായിട്ടുള്ള ഒരാൾ അവിടെ സ്വന്തം നിലയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നു. അപ്പോൾ എന്തിനാണ് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്? എല്ലാവരോടുള്ള വെല്ലുവിളി. അതായത് VS അച്യുതാനന്ദൻ്റെ പെട്ടിയും കിടക്കി എടുത്തുകൊണ്ട് നടക്കുന്നവനും അല്ലെങ്കിൽ കൊടയ പിടിക്കുന്നവനും കോളാമ്പി ചുമന്നുകൊണ്ട് നടക്കുന്നവനും ഒക്കെ ഇവിടെ സീറ്റ് വേണമെന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റിയൊരു പാർട്ടിയൊന്നുമല്ല CPM. അവഗണിച്ചു എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ പറയുന്ന സുരേഷ് കുമാർ അവിടെ പോയി മത്സരിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഇതാ വരുന്നു എല്ലാവരോടും അങ്ങോട്ട്. കാര്യം എന്താ? VSൻ്റെ അനുയായി, VSന് കിട്ടേണ്ട വോട്ടുകളെല്ലാം VSൻ്റെ ആ ഒരു പ്രഭാവത്തെ അവിടെ വോട്ടാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത. ഇത് കാരണം അവിടെയും മലമ്പുഴ എന്ന് പറയുന്ന മണ്ഡലത്തിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്താൻ ഇടയില്ല എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്നൊരു വസ്തുത. അതിന് പകരം VSൻ്റെ സന്തത സഹചാരി എന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്ന ഒരാൾക്ക് പിന്തുണ കൊടുക്കാൻ കോൺഗ്രസ് തീരുമാനിക്കുന്നു. ഇതാണ് പറയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഗതികേട് അല്ലെങ്കിൽ ഗതികെട്ട അവസ്ഥ എന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ടാണ്. പിന്നീട് നോക്കിയ തളിപ്പറമ്പിൽ ഇപ്പോൾ TK ഗോവിന്ദൻ ഇപ്പോൾ പുതിയതായിട്ട് വിവാദം ഉണ്ടാക്കിയതാണ്. അദ്ദേഹം അവിടുത്തെ ഉണ്ടായ ശ്യാമല ടീച്ചറെ അധിക്ഷേപിക്കുന്നു, പേരാവൂരിൽ മത്സരിക്കുന്ന ശൈലജ ടീച്ചറെ അധിക്ഷേപിക്കുന്നു. അപ്പോൾ മൊത്തത്തിൽ ഒരു സ്ത്രീ വിരുദ്ധത അടിമുടി കൊണ്ട് നടക്കുന്ന ഒരു നേതാവായി TK ഗോവിന്ദൻ എന്ന് പറയുന്ന നേതാവ് മാറുന്ന ഒരു സാഹചര്യം നമുക്ക് അവിടെ കാണാം. അദ്ദേഹം ഇത്രയും വർഷക്കാലമായി പാർട്ടിയിൽ നിൽക്കുന്നു, പാർട്ടിയിൽ നിന്നിട്ടും തനിക്ക് അവസരങ്ങൾ നൽകുന്നില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം. അങ്ങനെ അവസരം ലഭിക്കാത്തതിൻ്റെ പേരിൽ പാർട്ടി വിട്ടുപോയി. എന്നിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പാർട്ടിയുടെ എതിരായി പ്രവർത്തിക്കുന്ന ഒരു തലത്തിലേക്കൊക്കെ ഇവർ മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ TK ഗോവിന്ദൻ ഇങ്ങനെ പാർട്ടിയെ തള്ളിപ്പറഞ്ഞതോടുകൂടി അദ്ദേഹത്തിനെ പിന്തുണയ്ക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ വീണ്ടും അവിടേക്ക് എത്തുന്നു. അപ്പോൾ അങ്ങനെ തളിപ്പറമ്പ് സീറ്റ് എന്ന് വെച്ചാൽ ഇവർ തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? ഇങ്ങനെ പാർട്ടിയുമായി CPM എന്ന് പറയുന്ന പാർട്ടിയുമായി പിണങ്ങിക്കഴിയുന്ന ആളുകളുടെ പിന്നിൽ കുറച്ചധികം നേതാക്കന്മാരോ അല്ലെങ്കിൽ കുറേ അണികൾ ഉണ്ടാകും എന്നുള്ളൊരു തെറ്റിദ്ധാരണ. നമുക്കറിയാം G. സുധാകരൻ എന്ന് പറയുന്ന നേതാവാണെങ്കിൽ പോലും ഇവിടെ ഒരു വലിയ അണികളുടെ ഒരു ബാഹുല്യം ഉണ്ടാക്കിയെടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഇനി ശ്യാമള ടീച്ചറിനെതിരായിട്ട് എന്താണ് ശ്യാമള ടീച്ചറിൻ്റെ പ്രശ്നം? ശ്യാമള ടീച്ചർ ഈ പറയുന്ന പോലെ ആന്തൂർ നഗരസഭയുടെ ചെയർപേഴ്സണായിട്ടൊക്കെ ഇരുന്ന വ്യക്തിയാണെന്നേ. അപ്പോൾ അത്രയേറെ പ്രാധാന്യമുള്ള, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ശീലമുള്ള, പാർലമെൻ്ററി രംഗത്ത് നല്ല പരിചയമുള്ള ഒരാൾ തന്നെയാണ് ഈ ശ്യാമള ടീച്ചർ. ഇപ്പോൾ ഇവിടെ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം MV ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യ ആയതുകൊണ്ടാണ് ടീച്ചർക്കെതിരായിട്ട് പുതിയ ആരോപണത്തിൻ്റെ കെട്ട് അഴിച്ചുവിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പോൾ TK ഗോവിന്ദന് വിചാരിച്ചിരിക്കുന്നത് എന്താണ്? MV ഗോവിന്ദന് പകരമായിട്ട് MV ഗോവിന്ദൻ്റെ ഭാര്യയെ മത്സരിപ്പിക്കുന്നു, കഴിഞ്ഞു. ഇതാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് ഇത് പാർട്ടിക്കെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പാർട്ടിക്കാരനായതുകൊണ്ട് ഉടനെ പിന്നാലെ പോവുകയാണ് ചെയ്യുന്നത്. ഇതും കോൺഗ്രസ് ചെയ്യുന്ന മറ്റൊരു തന്ത്രമാണ്. മറ്റൊരു ആണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്ന് പറയുന്ന സ്ഥലം. ആ ഒറ്റപ്പാലത്ത് ആരോട് മത്സരിക്കാൻ ഇറങ്ങുന്നത് നമുക്കറിയാം, PK ശശി എന്ന് പറയുന്ന നേതാവാണ്. ആ PK ശശി സ്വതന്ത്രനായി വിമതനായി മാറുന്നു. ആ വിമതൻ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ടായിരുന്നു, പലപ്പോഴും പാർട്ടിയെ അവരുടെ ജീവശ്വാസം പോലെ കാണുകയും
ഏറ്റവും ഒടുവിലത്തെ രക്തം പോലും പാർട്ടിക്ക് വേണ്ടി സമർപ്പിക്കുകയും ചെയ്ത നിരവധി നേതാക്കന്മാരുടെ ചിത്രം EMSൻ്റെ ആണെങ്കിലും AKGയുടെ ആണെങ്കിലും VSൻ്റെയും ഒക്കെ ചിത്രം പ്രദർശിപ്പിച്ചുകൊണ്ട് വിമത ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇതിനകത്തൊരു അസ്വാഭാവികത, പലരും അതിനെക്കുറിച്ച് പറഞ്ഞത് ഇവരുടെയൊക്കെ മഹാന്മാരായ വ്യക്തികളുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാം എന്നുള്ളതാണ്. ഒരു പക്ഷേ അതൊക്കെ ശരി തന്നെ. ഇപ്പോൾ ഏതെങ്കിലും വലിയൊരു പാർട്ടി പരിപാടിയിൽ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്, പാർട്ടിയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ എല്ലാം ചിത്രങ്ങൾ, ഇപ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ ആണെങ്കിലും VSൻ്റെ ആണെങ്കിലും AKGയുടെ ആണെങ്കിലും EMSൻ്റെ ഒക്കെ ചിത്രങ്ങൾ വെക്കാറുണ്ട്. ഇതങ്ങനല്ല. അതായത് എന്തുകൊണ്ടാണ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരാരും പാർട്ടിയെ വഞ്ചിച്ചവരല്ല. AKG ആണെങ്കിലും EMS ആണെങ്കിലും ആരും പാർട്ടിയെ അവരുടെ ഒരു വാക്കുകൊണ്ട് പോലും പാർട്ടിക്കെതിരായി അവർ പരാമർശം നടത്തിയിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അടിമുടി പാർട്ടി വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദിയിൽ ഇത്തരം ചിത്രങ്ങൾ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത് ഒരു പാർട്ടി വിരുദ്ധത തന്നെയാണ് എന്ന് പറയേണ്ടി വരും. അതൊട്ടും ശരിയായ രീതിയല്ല. അപ്പം അവരെ കൂടെ പാർട്ടി വിരുദ്ധരെന്നുള്ള മുദ്ര കുത്തുന്നതിന് തുല്യമായിട്ടാണ് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് ഒറ്റപ്പാലത്ത് PK ശശി എന്ന് പറയുന്ന നേതാവ് കൂടി മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ പിന്നണിയിലുള്ളത് UDFകാർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം നിരവധി നേതാക്കന്മാർ മറ്റ് മത്സരിക്കാൻ വേണ്ടി കച്ചമുറുക്കി ഇരിക്കുന്ന സാഹചര്യത്തിൽ പലപ്പോഴും അവരെ എല്ലാം തട്ടി മാറ്റിക്കൊണ്ട് അവിടെ LDFിൽ നിന്ന് പിണങ്ങി LDFിനെ അല്ലെങ്കിൽ CPMനെ പിന്നിൽ നിന്ന് കുത്തി മുന്നിലേക്ക് വന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റാർ ആവണമെന്ന് തീരുമാനിച്ചിരിക്കുന്ന നേതാക്കന്മാർക്ക് പിന്തുണ കൊടുക്കേണ്ടി വരുന്ന ഒരു നാണംകെട്ട പാർട്ടിയായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അവർക്ക് മത്സരിപ്പിക്കാൻ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതാണോ എന്നറിയില്ല. പക്ഷേ ഇത് വലിയൊരു തലത്തിൽ അത് കോൺഗ്രസിന് തിരിച്ചടിയായിരിക്കും ഉണ്ടാക്കുക എന്നുള്ളതും നമ്മളിവിടെ സൂചിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.